ആയിട്ടുള്ള ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് GMC ജിമ്മിയ, അങ്ങനെ ഇതൊരു കാറാണ്. ഓട്ടോ ഷോ എടുക്കുന്ന ഓട്ടോ ഷോയിൽ പോവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി കാറുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, ഓപ്ഷന്റെ ഹൗസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് നമുക്ക് ഇത് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കാർ ഉണ്ടല്ലോ ലേലം വിളിച്ചെടുക്കല്ലേ, ആ പരിപാടി ഉണ്ട്. നമുക്ക് അതിനകത്ത് ബിഡൊക്കെ ചെയ്യണം. പിന്നെ കാർ പാസ് ഉണ്ട് കേട്ടാ. കാർ പാസിൽ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് കിട്ടിയേക്കുന്ന കാറുകളാണ് ഗൈസ്. ഇത് കാർ പാസിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കണം. ഓഡി R8 ഒക്കെ ഉണ്ടാ. ഓഡി R8 ഒന്ന് എടുത്താലോ ഗൈസ്? അതിപ്പോ വരില്ല, അത് ജൂൺ 18-ാം തീയതി വരുള്ളൂ എന്നാണ് ഗൈസ് പറഞ്ഞേക്കണത്. ഓരോ ടൈം കഴിയുമ്പോഴാണ് അത് വരുള്ളൂ. ഓ അങ്ങനെയുണ്ട്. പക്ഷെ നിസാന്റെ സ്കൈലൈൻ GTR ഉണ്ട്. യോ ഗൈസ് നമുക്ക് സ്കൈലൈൻ GTR ഉണ്ട്. നമുക്ക് സ്കൈലൈൻ കിട്ടിയില്ലായിരുന്നല്ല. നോ 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 നമുക്ക് ഏത് ഇത് എടുക്കണം ഗൈസ്? ഏത് കളർ എടുക്കണം? നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഇറക്കിയാലോ? അത് തന്നെ ഇറക്കാം. നിസാൻ സ്കൈലൈൻ അല്ലേ ഇത്? സെലക്ട്. ഒമ്മേ ഇതെന്താണ്? യു ആർ കറന്റ് ഡു നോട്ട് ഹാവ് ഇനഫ് CR ടു ബൈ ദിസ് കാർ വൗച്ചർ. ഓ ഗൈസ് എനിക്ക് ഉണ്ടല്ലോടാ ഇത് മേടിക്കാനുള്ള പൈസ ഇല്ല. പൈസ കൊടുക്കണം. പൈസ ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലേ, പൈസ കൊടുക്കണല്ലേ. വേണ്ട ഗൈസ് വേണ്ട, എന്റെ കയ്യിലുള്ള കാർ അതിനെങ്ങനെയാണ് നമുക്ക് എടുക്കാട്ടോ. നമുക്ക് പിന്നീടല്ലോ ഗൈസ് ഇതിനകത്ത് ഒരു കാർ വൗച്ചർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാർ നമുക്ക് അതിനകത്ത് ഉണ്ടല്ലോടാ റെഡീം ചെയ്തെടുക്കുക. നമുക്ക് ഏതെങ്കിലും ഉണ്ടല്ലോ ഗൈസ് ഭയങ്കര ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കാർ നമുക്ക് അതിനകത്ത് മേടിക്കാട്ടോ. ഇപ്പൊ തൽക്കാലം നമ്മൾക്ക് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും കാർ ഫെറാറി ഉണ്ടാ. ഫെറാറിയുടെ ഈ കാർ നല്ല അടിപൊളി സാധനമാണ്. വെൽക്കം ബാക്കിന് നമുക്ക് കിട്ടിയതാണ്. ഫോർഡ് റാപ്റ്റർ ഉണ്ട്, ഹോണ്ടയുടെ ഉണ്ട്, കൊനിക്സെഗിന്റെ ഉണ്ട് ഗൈസ്. ഗെമേരാന്ന് പറഞ്ഞൊരു വണ്ടി, ഇതും പൊളപ്പം സാധനം കേട്ടോ. ലോട്ടസ്, മെഴ്സിഡസ് ഉണ്ട്, മിസ്തുബിഷി, നിസാന്റെ വണ്ടി ഉണ്ട്. പിന്നെ ടൊയോട്ട, സുപ്രയൊന്നും ഇല്ല കേട്ടാ. നമുക്ക് ഇങ്ങനെ തൽക്കാലം ഉണ്ടല്ലോടാ ഈ വണ്ടി എടുത്താലോ ഗൈസ്? ഇത് ഭയങ്കര റേറ്റിംഗ് ഉള്ള വണ്ടിയാട്ടാ. കുഴപ്പമില്ലാത്ത നല്ല കിണ്ണക്കാഴ്ച സാധനം തോന്നുന്നു. വെൽക്കം ബാക്കിൽ നമുക്ക് 2018 ഫെറാറി FXSK ഇവോ എന്ന് പറഞ്ഞ ഏതൊരു സാധനമാണ് ഗൈസ്. നമുക്ക് ഇത് തന്നെ എടുത്തേക്കാം. അത്യാവശ്യം നല്ല സൂപ്പർ സാധനമാണെന്നാണ് എനിക്ക് തോന്നണേ. ഫെറാറി അല്ലേ? പിന്നെ ഗൈസ് അറിയാലോ ഫെറാറി ആണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പോകണം. നമുക്ക് പയ്യ ഉണ്ടല്ലോ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് എന്തായാലും ഓടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഈ ഗിയർ ഷിഫ്റ്റർ എന്തായാലും ഇന്ന് യൂസ് ചെയ്യണില്ല. നമുക്ക് എന്തായാലും ഒന്നും ഉണ്ടല്ലോടാ എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയാലോ ഗൈസ്. നമ്മുടെ ഹൊറൈസൺ ഈവന്റ് ഇല്ലേ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഹൊറൈസൺ ഈവന്റ് അല്ല, ഇത് നമ്മുടെ ഫാസ്റ്റത്തെ ഹൊറൈസൺ ഈവന്റ് ആണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടാണ് സുഹൃത്തുക്കളെ പോകേണ്ടത്. 11 കിലോമീറ്റർ പോകാനുണ്ട്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് പാഡിൽ ഷിഫ്റ്റർ ആയിട്ട് പാഡിൽ ഷിഫ്റ്റർ വെച്ചാണ് നമ്മൾ പോണത്. അയ്യോ ഗൈസ് എന്ത് സ്പീഡ് അടിച്ച് കയറിയത് നോക്കി. നമ്മളെന്തായാലും ഹൊറൈസൺ ഈവന്റിലായിട്ടാണ് സുഹൃത്തുക്കളെ പോകാൻ വേണ്ടി പോണത്. റെക്കോർഡിംഗ് ഒക്കെ മര്യാദയ്ക്ക് ആവണ്ടാവുമായിരിക്കുമല്ലോ ഗൈസ്. എന്റെ PC മൊത്തം ഉണ്ടല്ലോ ഗൈസ്, മൊത്തം സ്റ്റട്ടറിങ് ആവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ രാവിലെ ആവണേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ 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 രാവിലെ ആവണേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഹൊറൈസൺ ഈവന്റിലോട്ട് പോകണം. അപ്പൊ ഈ നൈസ് ആയിട്ട് ഓടിച്ചോണ്ട് പോവാം ഗൈസ്. ഇപ്പൊ നമ്മുടെ സിറ്റിയിലുള്ള ഇലകളുടെ കളറൊക്കെ മാറിയെന്ന് തോന്നുന്നു. അത് ഇതുകൊണ്ട് മഞ്ഞ കളർ തന്നെയായിരുന്നാ. നമ്മുടെ ടോക്കിയോ സിറ്റിയിൽ നേരിട്ട് മഞ്ഞ കളർ തന്നെയായിരുന്നു. അറിയാൻ പാടില്ല ഗൈസ്, കറക്റ്റ് ആയിട്ട് ഞാൻ എന്തായാലും ഓർക്കണില്ല. പയ്യെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമുക്ക് ഏകദേശം ഉണ്ടല്ലോടാ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം ഗൈസ് 9.9 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് കേട്ടാ. ഓ അത്ര ദൂരം പോയാലാണ് നമ്മുടെ ആദ്യത്തെ ഹൊറൈസൺ ഫെസ്റ്റിവലിലായിട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. എത്തണം ഗൈസ് എത്തണം. നമ്മൾ ഇതുവരെ ഹൊറൈസൺ ഫെസ്റ്റിവലിൽ ഉണ്ടല്ലോ കേറിയിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ഹൊറൈസൺ ഫെസ്റ്റിവൽ ആണ്. ഇതെന്തായാലും അടിപൊളി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ആവുമായിരിക്കും ഗൈസ്, എന്തായാലും നൈസ് ആയിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. സിറ്റിയുടെ പുറത്തേട്ട് ഇറങ്ങിയിട്ടുണ്ടാ. മിനാമിനോ റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് റോഡ് വരികയാണെങ്കിൽ ഒന്ന് കത്തിക്കാം. ഇതിന്റെ ഹാൻഡിലിംഗ് അത്യാവശ്യം കൊള്ളാട്ടാ. കണ്ടാ വളച്ചാൽ 300 അടിക്കാൻ പറ്റുമോ? 300 അടിക്കാൻ പറ്റുമോ? ഈസി ആയിട്ട് 300 ഒക്കെ അടിക്കും. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഹാൻഡിലിംഗ് ഒക്കെ ഹാൻഡിലിംഗ് വലിയ കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കണ പോലെയല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ കളിക്കാത്തതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉണ്ടല്ലോ ഗൈസ്, ഞാൻ നമ്മുടെ അവിടെ ചെല്ലനെക്കാട്ടും 300 അടിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ട്രെയിറ്റ് റോഡ് വരെ അറിയാലോ ഗൈസ് ഞാൻ പുതിയാന്നുള്ള കാര്യം. അത് സ്ട്രെയിറ്റ് റോഡ് ഇല്ല, അതാണ് ഗൈസ്. ഇപ്പൊ വൈകുന്നേരമായിട്ട് രാത്രി ആവുകട്ടോ ചെയ്തത്, വേറൊന്നും അല്ല. അത് രാത്രിയാണായത്. ഞാൻ വെച്ച് രാവിലെ ആവണിയായിരിക്കുന്നത്. അല്ലടാ ഈവനിങ് ടൈം ആയിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ഏകദേശം അവിടെ ഓടിച്ചെത്തുമ്പോഴത്തേക്ക് രാത്രി കഴിഞ്ഞ് രാവിലെ ആവാറാവുമായിരിക്കണം ഗൈസ്. ഞാനിവിടെ ഒന്ന് കത്തിക്കാൻ പോവാട്ടാ. 300 അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അടിക്കാൻ പറ്റും ഗൈസ്, അടിക്കാൻ പറ്റും. 300 അടിച്ച് ഗൈസ്, 300 അടിച്ചായിരുന്നേട്ടാ. 300 അടിച്ചായിരുന്നു. നല്ല കൺട്രോൾ ഉണ്ട് ഈ വണ്ടി. അമ്മീ ഗൈസ്, ഫ്രണ്ടിൽ 2 വണ്ടികളുണ്ടായി ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ഇതെന്താടാ റിവേഴ്സ് അടി. ഇനി ഫസ്റ്റ് ഇട്ടിട്ട് പോകും. ഇവർ അങ്ങോട്ട് പോകണവരല്ലായിരുന്നു. ഇവന് ഇടിച്ച് ഞാൻ തിരിച്ചു
പിരിച്ചു വിട്ടടാ. ഇവൻ ഈ തമ്മേ ഇനി ഇവര് അപ്പുറത്തോട്ട് പോട്ടെ. അവനുണ്ടടാ ഈ വഴിക്ക് പോകണല്ലോ. ഞാൻ ഇടിച്ചവൻ അപ്പുറത്തെ വഴിക്കേക്കടെ കയറ്റി വിട്ട് കാമോണ്ടാ. ഇവിടെ ചെറിയ വഴിയാണ്ട് ഗ്യാപ്പില്ല. ഈ ഒന്നോടി അടിക്കാൻ പറ്റും നോക്കട്ടെ. യെസ് ഗൈസ്, അടിക്കാൻ പറ്റൂടാ. ഓ നോ നമ്മുടെ ഹൊറൈസൺ ഇവന്റ് എത്തി ഗൈസ്. എടാ കുറച്ച് പ്രശ്നാണേ. വാ കേറുക. ഏതാണ് ഹൊറൈസൺ ഇവന്റ്? ഇവിടെയാണ് ഗൈസ് ഹൊറൈസൺ ഇവന്റ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ലേ ഇൻവിറ്റേഷനിൽ? എനിക്ക് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നല്ല എന്റെ ഈവന്റ്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഹൊറൈസൺ ഇവന്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഗൈസ്. നമ്മുടെ ആദ്യത്തെ റിസ്റ്റ് ബാൻഡ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് പറഞ്ഞേക്കണേ. നോക്കട്ടെ നമുക്ക് എന്തോ റേസ് കംപ്ലീറ്റ് ചെയ്യുന്നുട്ടോ. തുടക്കം തന്നെ നമുക്ക് BMW M2ലാണ് ഗൈസ് നമ്മൾ റേസ് എടുക്കാൻ വേണ്ടി പോണത്. കമോൺട്രാ നോക്കട്ടെ ഗൈസ്. റേസ് തുടങ്ങാൻ പോട്ടാ. ഇതെന്താണ് ഗൈസ്? ഗ്രിഡ് റേസ്. രണ്ടുപേര് വെച്ച് പറഞ്ഞോ ടൈമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാ തോന്നുന്നു. അങ്ങനത്തെ റേസ് ആട്ടോ ഇത്. ജോഡിയൊക്കെ എവിടെയാണ്? മറ്റവനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ജോർദൻ. അവനില്ലേ ജോർദൻ അവന്റെ കാറും കൊണ്ട് വരുമെന്ന് തോന്നുന്നു. അതോ ഇനി നമ്മുടെ കാറാണ് BMW M2? അല്ല. ഓ അവന്റെ കയ്യിൽ വേറെ ഏത് കണ്ടിയാണ് ഗൈസ്? എനിക്കറിയാൻ പാടില്ല കേട്ടാ. വിട്ടു ഗൈസ്. ഞാൻ എത്രാമതാണ്? അങ്ങനെ ഇന്ന നമ്പർ ഒന്നുമില്ല കേട്ടാ ഗൈസ്. ഇത് ഹൊറൈസൺ ഈവന്റ് ആട്ടാ അത്. വീണ്ടും പക്ഷെ കുഴപ്പമില്ല ഗൈസ്. കൺട്രോളാ വണ്ടി. അണ്ടർ കൺട്രോളിലാണ്. അണ്ണനല്ല ഗൈസ് വണ്ടി ഓടിക്കണേ. ഇതുവരെ വലിയ കുഴപ്പമില്ല കേട്ടാ. പക്ഷെ അവര് നമ്മളെക്കാട്ട് നല്ല ഫ്രണ്ടിലാണ്. ഞാൻ അവന്റെ വഴിന്ന് സൈഡിലോട്ടൊന്നും മാറിപ്പോയില്ല. ജസ്റ്റ് ഒന്ന് BMW M2 ഫ്രണ്ടിന്ന് മാറ. എന്റെ ആളി ആ കാട്ടിലോട്ട് പോയിടാ ഗൈസ്. മര്യാദക്ക് ഓടിച്ചോണ്ടിരുന്നായിരുന്നു. അപ്പത്തേക്ക് കാട്ടിലോട്ട് പോയി. ഇത് എന്താ സീനാണ്? അയ്യോ റീവൈൻഡ് അടിക്കണ സ്വിച്ച് ചെയ്താണ്. അത് ഞാൻ മറന്നുപോയിടാ ഗൈസ്. എന്ത് കാഷ്ടാന്നായിരിക്കും. നമ്മൾ എത്ര അടിപൊളിയായിട്ട് ഓടിച്ചോണ്ട് പോയതാലേ. ഉമ്മാരൊക്കെ നമ്മള് വെട്ടിച്ച്, അതുപോലെ തന്നെ ഞാൻ അവനെയും വെട്ടിച്ച്. പോടാ ഗൈസ്. സ്ട്രേറ്റ് റോഡ് വന്ന് ഈ സ്ഥലത്താണ് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസിൽ കേറാൻ പറ്റണേട്ടാ. പക്ഷെ അവന്മാരാണെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവന്മാരാണെങ്കിൽ നല്ല സ്പീഡാ. ജമ്പ് എന്റെ ആളിയാ. ഇതെന്ത് എന്നാലും ഞാൻ കറക്കി എടുത്തിട്ടുണ്ടോ വണ്ടി. പക്ഷെ ഞാനേറ്റ് ലാസ്റ്റ് ആടാ. ഒരു കാര്യമില്ല ഗൈസ്. പക്ഷേ ഞാൻ വീണ്ടും ലാസ്റ്റ് അവസാനത്തിൽ നിന്ന് ഞാൻ വീണ്ടും ഫസ്റ്റ് അടിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നണേ. ആ രണ്ട് അവന്മാരെങ്കിലും വെട്ടിക്കാൻ പറ്റില്ല. അവന്മാരെ ചിലപ്പോൾ വെട്ടിക്കാൻ പറ്റണം. അവന്മാരെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. അവന്മാരെ ചിലപ്പോൾ വെട്ടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. പോടാ ഗൈസ്. ആക്സിഡന്റിൽ ചവിട്ടി പിടിച്ചാണ് ഞാൻ വിടണേ. കമോണ്ടർ 75% കംപ്ലീറ്റ് ആയിട്ട് റേസ്. ഇവര് വെട്ടിക്കാൻ പറ്റി ഗൈസ്. ലൊക്കേഷൻ നോക്കി. ഫൈനൽ സ്ട്രെച്ച് തീരാറായി റേസ്. ഡ്രിഫ്റ്റ് ആവല്ലേടാ വണ്ടി. എന്തിനാടാ ഡ്രിഫ്റ്റ് ആവണ? അവിടെ വെച്ച് മര്യാദക്ക് ഓടിച്ചോണ്ട് പോയിന്നല്ലേ. ഓ ഹൊറൈസൺ ഫെസ്റ്റിവൽ എത്തി. ഇതാണ് ഹൊറൈസൺ ഫെസ്റ്റിവൽ. ഇത്ര ആൾക്കാർ കാണാനുണ്ട്. പക്ഷെ നമ്മൾ ചുമ്മാ ചപ്രാച്ച് പോലെയാണ് ഈ വണ്ടി ഓടിക്കണേ. ജെറ്റൊക്കെ പോയതുണ്ടാ. അത് കൊള്ളാട്ടാ. കൊള്ളാം. നമ്മളെന്തായാലും അവസാനമായില്ല ഗൈസ്. ഒരു നടുക്കായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മിഡിലായിട്ട് അതെന്തായാലും മതി. ഓ വേറെ തിരിച്ചിട്ടുണ്ടാ. പക്ഷെ എന്തോരം ആൾക്കാരാണ് ഹൊറൈസൺ ഫെസ്റ്റിവലില്. മെക്സിക്കോയിൽ ഉണ്ടാകാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ജപ്പാനില് അല്ലേ സത്യമായിട്ടും. ഈ വണ്ടിയൊക്കെയാണ് നമ്മുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞേക്കണേ. ഈ റാമ എന്തോ ഗിഫ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. എനിക്കറിയില്ല ഇതിനകത്ത് നമുക്ക് ഗൈസ്. ഇവിടെ പക്ഷെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കണ്ട നമുക്ക് എന്തോ ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫോൺ കിട്ടിയിട്ടുണ്ട്, ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്.
GR Supra GR Supra കിട്ടി. ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ റെഡീം ചെയ്ത് നോക്കട്ടെ. അടുത്ത ടൊയോട്ട സൂപ്പർ RZ കിട്ടി. കണ്ട നമുക്ക് റിസ്റ്റ് ബാൻഡിൽ എന്തോ ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഹോണല്ലേ കിട്ടിയത്, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ 2 ഗിഫ്റ്റ് ഉണ്ടല്ലോ. എല്ലാ ഗിഫ്റ്റും തുറന്നു നോക്കട്ടെ ഗൈസ്. നൊമാഡ് ഏരിയൽ നൊമാഡ് എന്തൊരു വണ്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ബഗ്ഗി പോലത്തെ ഗിഫ്റ്റുകളെല്ലാം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. M2 കോമ്പറ്റീഷൻ ഉണ്ടല്ലോ നമ്മുടെ ഗാരാജിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, M4 ഉണ്ടോ നമ്മുടെ കയ്യിൽ. പിന്നെ എന്തിനാ നമുക്ക് M2 എന്തായാലും കിടക്കട്ടെ ഗൈസ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ക്രോസ് കൺട്രി റേസ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത്. അറിയാലോ ഗൈസ്, ക്രോസ് കൺട്രി റേസ് എല്ലാം പവർ ആയിരിക്കും. എന്തായാലും നമുക്ക് ചെയ്യാം. ഗൈസ്, നമ്മുടെ കറന്റിൽ ഉള്ള നമ്മുടെ കാറ് ഇതാണ്. പക്ഷേ നമുക്കുണ്ടല്ലോ ഫോർഡ് ഈ വണ്ടിയൊക്കെയാണ് നമ്മുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞത്. ഈ റാം ഈ വണ്ടി ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടല്ലേ. അത് നമുക്ക് ഓൾറെഡി ആഡ് ആവുന്നു തോന്നുന്നു ഗൈസ്. ബൈ റെക്കമെൻഡഡ് കാർ ഏതാന്ന് ഞാൻ നോക്കട്ടെ. ഇതുപോലത്തെ ഏതെങ്കിലും കാറാണ് ഗൈസ് നമുക്ക് റെക്കമെൻഡഡ് ആയിട്ട് വന്നേക്കണേ. ഇത്രയും കാറുകള് വേണ്ട. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കാർ വെച്ച് റേസ് പോയാലോ, അത് തന്നെയല്ലേ നല്ലത്. ഇത് നോക്കിയാലോ ഗൈസ്, ഈ വണ്ടി കൊണ്ട് പോയാലോ. ടൊയോട്ട GR യാരിസും കൊണ്ട് തന്നെ പോവാം ഗൈസ്. ടൊയോട്ടയെ തന്നെ നമുക്ക് എടുക്കാം. കമോൺട്രാ, നമ്മുടെ റേസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ ഗൈസ്. കമോൺ ടൊയോട്ട യാരിസ്. മാറാ ഫ്രണ്ട് ചെയ്ത് ഗൈസ്. അറിയാലോ, തുടക്കം തന്നെ നമ്മൾ എന്തായാലും ഫസ്റ്റ് അടിക്കും. പിന്നെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല. അല്ലെങ്കിൽ പണി വെള്ളത്തിൽ കിട്ടൂടാ. ഗൈസ്, കാരണം നമുക്ക് ഓഫ് റോഡ് മറ്റേ ഓടിയുടെ വണ്ടി കാണിച്ചിട്ടുണ്ട്. അതുപോലത്തെ വണ്ടി വേണം. കാരണം ഇത് മൊത്തം ഇതുപോലത്തെ ഓഫ് റോഡ് കയറിയിട്ട് പോണത്. അതുകൊണ്ട് ഹാൻഡിലിങ് ഈ വണ്ടിക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞേ. ക്രോസ് കൺട്രി റേസ് അല്ല ഗൈസ്. ക്രോസ് കൺട്രി റേസ് മൊത്തം ഇതുപോലെയാണ്. നല്ല അടിപൊളി റേസ് ആണ്. പച്ചപ്പ് ഹരിതാപയുള്ള സ്ഥലത്തേക്കാണ് പോണ റേസ് ആണ്. അതാണ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പാട് ഗൈസ്. നമ്മളെന്നെ ഫസ്റ്റ് അതെന്ത് പറയുവായോ, കാരണം അകത്ത് വെച്ച് വേണ്ട. ഇത് മതി. ഈ ഒരു ആംഗിൾ മതിയില്ലടാ. ഈ ആംഗിൾ മതി ഗൈസ്. നേരെ നേരെ നേരെ. പണി പാടരുത്. തെന്നി അടിച്ച് പോകരുത്. തെന്നി അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടി തീർന്ന്. ഇവിടെ വളമുണ്ടോ വളമുണ്ടോ. പയ്യെ 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 എത്തിയില്ല. നമ്മൾ തന്നെ ഫസ്റ്റ്. ഇതുവരെ നമ്മൾ എവിടെ തട്ടോ മുട്ടോ ചെയ്തിട്ടില്ല കേട്ടാ. അതുകൊണ്ട് ഇതുവരെ നമുക്ക് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. വെള്ളത്തിൽ കേൾക്കണിറങ്ങി. ഞാൻ വിചാരിച്ച മലയുടെ മേലിട്ട് കയറണ. അതെ മലയുടെ മേലിട്ട് കയറണാ. ഞാൻ വിചാരിച്ച മലയുടെ മേലിട്ട് കയറണ്ടായിരിക്കുന്നതാണ്. തെന്നി പോയി കൈ. റോട്ടിലിട്ട് കയറി. എടാ പുറകെ മറ്റോമാരുണ്ട്. പുറകെ ഒരുത്തരുണ്ട് ഗൈസ്. അടിച്ച് ചെയ്തെടുത്ത പുറകെ ഇട്ടാ. എന്റെ തൊട്ട് പുറകെ ഒരുത്തരുണ്ട് കേട്ടോ. ആപ്പിൽ നോക്കി നിങ്ങൾക്ക് കാണാം. ഞാൻ അവന്റെ ഫ്രണ്ടിൽ വീണ്ടും കയറിയിട്ടുണ്ട്. കാലങ്ങളുടെ പടപടയെന്ന് പറഞ്ഞാൽ ഗൈസ് സ്റ്റീറിംഗ് വീല് കിടന്ന് ഇറക്കണം. ഓഫ് റോഡാലോ. അതുകൊണ്ട് എന്റെ ആളി 60% റേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ പയ്യെ നൈസായിട്ടാണ് ഓടിക്കണേ. ഇതൊരു വലിയ സീൻ കിട്ടിയിട്ടില്ല കേട്ടാ. ഗൈസ്. നമ്മൾ തന്നെ ഫസ്റ്റ്. ഒരു പ്രശ്നമില്ല. ചവിട്ടി വിട്ടോ തെഞ്ഞേറ്റ് പോകാതിരുന്നാ മതി. പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് 3 ഇതുണ്ട്. പണി പാലും വെള്ളത്തിൽ കിട്ടിയടാ. 3 ഏതാണ് ഗൈസ്? 3 റീവൈൻഡ് ഉണ്ട്. അത് നമുക്കിപ്പോ യൂസ് ചെയ്യണ്ടെന്ന് തോന്നണേ. എടാ അവന്മാരെ പുറകെ തന്നെ ഉണ്ടടാ. കത്തിച്ചു വരടാ അവന്മാര്. പക്ഷെ ഗൈസ് ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവിടുത്തെ ജമ്പാന്ന് തോന്നുന്നു. അമ്മേ ഗൈസ്, ആ ജമ്പ് പോരാർന്ന്. അവിടെ സ്പീഡ് പോരാർന്ന് ഗൈസ്. നമ്മൾ എത്ര തവണ തല കുത്തി മറിഞ്ഞ് തമ്പുരാനറിയാം. ഇവിടുന്ന് റീവൈൻഡ് അടിക്കാം. പയ്യെ ജമ്പിണ്ട. ടോക്കിയോ സിറ്റി നോക്ക് ഗൈസ്. ഇനി അടിച്ചീർ പോക്കോ. അവന്മാര് തൊട്ട് പുറകിട്ട് നമ്മൾ ഫിനിഷാക്കാറായി. ടോക്കിയോ സിറ്റി ഈ മലയാളം മേളിക്കുന്ന ഞാൻ ടോക്കിയോ സിറ്റി മൊത്തം കാണട്ടെ ഗൈസ്. തെന്നി പോലെ. ഓ മൈ ഗോഡ് ഗൈസ്. റോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ മലയുടെ മേളിൽ നമ്മൾ ടോക്കിയോ സിറ്റി മൊത്തം കാണാറുണ്ട്. പക്ഷെ ആ മലയുടെ മേളിട്ട് ഇനി പോവാന്നുണ്ടല്ലോ നമുക്ക് ഒരു ഓഫ് റോഡ് അടിച്ച ടോക്കിയോ സിറ്റി മൊത്തവും കാണാറുണ്ട്. അത് അടിപൊളിയായിരുന്നിട്ടാ. ഞാൻ ഗെയിമർ ബോയിനെ റൂൺജെറിനെ വെട്ടിച്ച്. അയ്യോ ഗൈസ് കണ്ട, ഗെയിമർ ബോയ് റൂൺജെറി ഉണ്ട്. ജെറിയണ്ണനും ഉണ്ട്. തെറാപ്പി ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. അവന്റെ ചുമ്മാ ജസ്റ്റ് CPU ആയിട്ട് ഇങ്ങനെ ഒന്ന് കളിക്കണയാണ് ഗൈസ്. ഒറിജിനൽ അല്ലാട്ടാ. ഫസ്റ്റ് അടിച്ച് അത് മതി സുഹൃത്തുക്കളെ. അത് മതി ഗൈസ്. നമ്മളെന്തായാലും ഉണ്ടല്ലോ ആദ്യത്തെ ക്രോസ് കൺട്രി റേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടല്ലോ ഗൈസ് ഈ വഴി ആയിട്ടുണ്ടല്ലോ ഒരു
അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫ് റോഡ് എന്തോ സാധനം ഉണ്ട്. നമ്മൾ ചിലപ്പോ ഓഫ് റോഡ് അങ്ങനെ പോയില്ലായിരുന്നു. ക്രോസ് കൺട്രി റേസ് ഇവന്റ് തന്നെയാണ്, പക്ഷെ ഭയങ്കര ഓഫ് റോഡ് എന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ട് നമ്മുടെ ടൊയോട്ട GR യാരിസ് കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. മഴ ഇവിടെ എന്ത് ലുക്ക് നോക്കിയ ഗൈസ്. ഇപ്പൊ രാവിലെ ആയത് വൈകുന്നേരമായോ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോടേ എന്താണ് ഗൈസ്, ഇവർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയാതൊന്നും. ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് വളക്കണ്ടേ. നമുക്ക് നൈസ് ആയിട്ട് ചില്ലാക്കിട്ടിട്ടുണ്ടല്ലോ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകട്ടെ. നമുക്ക് സംസാരിച്ച് ഇതെന്താണ് ഇവിടുത്തെ ഓട്ടോക്കാരാന്ന് തോന്നുന്നു. അത് ഇൻഡിക്കേറ്റർ ഒറ്റ വളക്കലാവന്മാരൊക്കെ. നാഗ്നൻ റീജിയനാ, നാൻഗൻ റീജിയൻ അങ്ങനെ എന്തോ റീജിയനാടാ. കണ്ട ഗൈസ് ഇതുപോലെ പയ്യുണ്ടല്ലോ ഓടിച്ചോണ്ട് പോകുന്നത്. ഞാൻ പുലിയാ കണ്ട, എവിടെ തട്ടാതെ മുട്ടാതെ ഞാൻ കൊണ്ടുപോകണണ്ട ഗൈസ്. റേസ് വരുമ്പോൾ മാത്രമാണ് എനിക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു വിഷയമല്ല. കണ്ട ഒറ്റ വണ്ടിയിൽ ഇതിലൂടെ നമ്മൾ തട്ടിയില്ല. അതാണ് ഗൈസ്. കണ്ട നൈസായിട്ട് ഞാൻ അവരവിടെ ഓവർടേക്ക് ചെയ്തോണ്ട പയ്യെ ബ്രേക്ക് പിടിച്ച്. കണ്ട 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 നമ്മുടെ ലൈനിൽ നിന്ന് അപ്പുറത്തേട്ട് പോയോന്നില്ല. ഗ്രാഫിക്സ് നോക്കി മീഡിയം ഹൈയിൽ ഇട്ടിട്ട് ഒരു ഇത്രയും അടിപൊളി. അപ്പൊ അൾട്രാ എക്സ്ട്രീം ഇട്ടിട്ട് റേ ട്രേസിംഗിൽ ഇട്ടാണെങ്കിലോ എന്തായാലേ അല്ലേ. അതാവുമ്പോ കലക്കിയാനെ ഗൈസ്. അമ്മേ ഗൈസ് പണി പാളിയല്ല. അവിടെ ഞാനുണ്ടല്ലോ ഗൈസ് ഓവർ കോൺഫിഡൻസ്. അവിടെ നമ്മൾ ബ്രേക്ക് പിടിക്കണത്. ഇവിടെ നമുക്ക് മാസ്കോട്ടിനെ പൊട്ടിക്കാനുണ്ടല്ലോ. യെസ് ഗൈസ് പൊട്ടിച്ച് 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 പൊട്ടിക്കാളെനൊക്കെ പൊട്ടിക്കും ഗൈസ്. റിയൽ ലൈഫിൽ ഞാനൊരു കാറ് മേടിക്കണമെങ്കിൽ ഏത് കാറ് മേടിക്കണം? നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഏത് കാറ് പറയട്ടെ. നല്ല ഏതെങ്കിലും കാർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇതിലിട്ട് കാറില്ല ഗൈസ്. അപ്പൊ ഒരു കാറ് മേടിക്കണമെങ്കിൽ നല്ല കാറ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല കാർ ഏത് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എനിക്കൊരു താർ എടുക്കണം എന്നായിരുന്നു. 3 ഡോർ താറില്ല ഗൈസ്. പക്ഷെ അത് എടുക്കുവാണെങ്കിൽ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ചേട്ടന്റെ വൈഫ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ പറ്റില്ലല്ലോ. അപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കൂടെ കയറാൻ പറ്റിയ ഏതെങ്കിലും കാർ നിങ്ങൾക്ക് അറിയെങ്കിൽ ടു കമന്റ് ഗൈസ്. നമ്മളതേ ഈ ബ്രിഡ്ജ് അവിടെ ഈ ബ്രിഡ്ജിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായില്ല കേട്ടാ. ഈ ബ്രിഡ്ജ് കറങ്ങി ഗൈസ്. കണ്ട ഈ റൗണ്ട് അടിച്ചിട്ട് അമ്മേ. ന്യൂ സ്റ്റാമ്പാ? അതിനൊന്നും എനിക്ക് നേരമില്ല. എന്താണ് പുതിയ സാധനം ഒന്നും നമുക്ക് അൺലോക്ക് ഈ കേസ്. ഞാൻ പുതിയ ലൊക്കേഷനിൽ എത്തിയതെന്ന് തോന്നുന്നു. ഓ ഗൈസ് നമുക്കുണ്ടല്ലോ ഒത്തിരി ബാനൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. അറിയാലോ നമുക്ക് അവിടെ ചെല്ലുവാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് സീക്രട്ട് ആയിട്ടുള്ള ഏതോ കാറ് ആ ബാനിന്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും. ഫോഴ്സ 5 കളിച്ച പോലൊക്കെ തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. ഇനി റൗണ്ട് ഉണ്ട്. ഓ കൊള്ളാട്ടാ ഇത് സെറ്റപ്പ് ഗൈസ്. ഇത് അടിപൊളിട്ടാ. ഈ പാലം കൊള്ളാർന്നടാ. വാവ് ഗൈസ്. ഓ പാലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിൽ എത്തിയോലെ അല്ലേ. ഇവിടത്തെ ചോർട്ടേക്ക് ചെയ്തല്ലോ. വേറെ വണ്ടി കയറി വരും. ഇല്ല സേഫാ ഗൈസ്. നോക്കിയാണ് ഗ്രാഫിക്സ്. നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഡിഫറെന്റ് ഏരിയയിൽ എത്തിയ പോലെ ഉണ്ട് അല്ലേ. അതെ യോ ഗൈസ് ഈ ലൊക്കേഷൻ നോക്കണം. നമ്മൾ വണ്ടി പിടിച്ചോണ്ട് പോണേ. എന്ത് കിടിലല്ലേ. സത്യം കിട്ടില്ല ലൊക്കേഷൻ, ഒന്നും പറയാനില്ല. നൈസ് ആയിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ട് പോവാടാ. എന്റെ ആളിയാ ഈ റോഡ് നോക്കി ഗൈസ്. വെറുതെ എടാ നമ്മൾ അങ്ങോട്ടായിട്ട് പോടാ. മലയുടെ എവിടെയാന്ന് തോന്നുന്നു നമ്മുടെ റേസ് ഒക്കെ നടക്കണേട്ടാ. ആ സ്ഥലത്തായിട്ടാണ് നമ്മൾ പോണേന്ന് എനിക്ക് തോന്നണേ. ഓ പോണ ലൊക്ക് നോക്ക്, വഴി നോക്ക്. അതാണ് ഏറ്റവും സീന് വഴി അല്ലേ ഗൈസ്. നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളധികം ഇങ്ങനെ എക്സ്പ്ലോറേഷനൊന്നും വേണ്ടി അങ്ങനെ പോയില്ലായിരുന്നല്ലോ ഗൈസ്. അതാണ്. ഓ നല്ല പച്ചപ്പ് ഹരിതാഭയുള്ള നല്ല മലനിരകളുടെ ഇടയിലൊക്കെ കൂടിയാണ് നമ്മൾ ഇനി പോകാൻ പോണത്. റോട്ടിലൊക്കെ ഇലകളൊക്കെ വീണ് കിടക്കണടാ. എന്ത് സീനാണ്. കിട്ടില്ല ഒന്നും പറയാല്ല ഗൈസ്, ഒന്നും പറയില്ല. ഫാസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ. സ്ഥലം നോക്കി ഗൈസ് എന്തടിപൊളിയാന്ന്. ഓ വണ്ടി ഇടിച്ചില്ല ഗൈസ്. ആ മറ്റേ മൗണ്ട് ഫുജി കാണണ്ടേ. നമുക്ക് ഫുജിയിലോട്ട് പോണം ഗൈസ്. ആ വണ്ടി ഇടിച്ച് അവനെ വേറെ എങ്ങോട്ടോ ഞാൻ തള്ളിവിട്ട് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല കേട്ടാ. അവൻ കയറി വന്നോളുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അവനെ പോയി പിടിച്ച് കേറ്റടേ. നമുക്ക് പോയിട്ട് റേസ് എടുക്കാനുള്ളതാണ് ഗൈസ്. ഇത് നോക്കിയാടോ എന്ത് സ്ഥലാണ് വിഷയം. ബ്രേക്ക് കുടുങ്ങി. ഞാനാണ് ഈ ബ്രേക്ക് ഒരിക്കലും പിടിക്കില്ല ഗൈസ്. ആക്സിലറേറ്റർ കാല് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ കാല് അതിനകത്ത് എടുക്കുകയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെയല്ലേ ബ്രേക്ക് പിടിക്കണേ. അതുകൊണ്ട് വണ്ടി അപ്പുറത്തേട്ടൊക്കെ പോയിരിക്കും. ഓ എടാ അതൊരു സ്റ്റേഡിയം എന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിത് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അവിടെ എത്തി. ഫുട്ബോൾ സ്റ്റേഡിയം ഒന്നും കണ്ടിട്ട് വരാടാ. പിന്നെ ഞാനിനി എപ്പോഴും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയില്ല കേട്ടാ. ഫുട്ബോൾ സ്റ്റേഡിയം ആണ് സൗത്ത് ഗേറ്റ്. ടോക്കിയോയിലുണ്ടാകുന്ന സ്റ്റേഡിയം പോലെയല്ല കേട്ടാ. ടോക്കിയോയിലുണ്ടാകുന്ന സ്റ്റേഡിയം എന്തോ ഉള്ള സ്റ്റേഡിയം ആണ് ഗൈസ്. അതുപോലെയല്ലേ ഇത് ഏരിയ ഡിസ്കവേർഡ് സ്റ്റേഡിയം. ഇത് ഫുട്ബോൾ സ്റ്റേഡിയം തന്നെയല്ലേ. അതേന്ന് തോന്നുന്നു. കണ്ട ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കണ്ട ഗൈസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കയറ്റി ജസ്റ്റ് ഒന്ന് ഞാനുണ്ടല്ലോ
ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. സൗത്ത് ഗേറ്റ് ചെയ്താർന്ന് നമ്മൾ വന്നേ. ഈ വഴി പോണല്ലേ. ഇതിടിച്ച് പൊളിക്കാനുണ്ട് കേട്ടാ. നമുക്ക് XP പോയിന്റ് കിട്ടും. അത്രേ ഉള്ളു. ഇത് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ റേസ് എടുക്കാം. ക്രോസ് കൺട്രി അത് അത്യാവശ്യം സെറ്റ് ആണെന്നാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് നോക്കാം ഗൈസ്. എന്റെ ആളിയാ കിട്ടിയില്ല. കിടിലോസ്കി. ഇവിടെ ഏതൊരു മാസ്കോട്ടിനെങ്കിലും ഇടിച്ച് പൊളിക്കാനുണ്ടല്ലോ. ഇതിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു. സ്റ്റേഡിയത്തിന് കാരണം ഫുട്ബോൾ പ്രാക്ടീസ് ഗ്രൗണ്ടാണ് ഗൈസ്. ഇത് ട്രെയിൻ ചെയ്യാനുള്ള ഗ്രൗണ്ടിനോട് ഒരു മാസ്കോട്ടിനെ വെച്ചിരിക്കും. നമുക്ക് ഇടിച്ച് പൊളിക്കാൻ വേണ്ടി തന്നെയായിട്ട് നമ്മൾ വെറുതെ തോന്നണം. സ്റ്റേഡിയം ക്രോസ് കൺട്രി സർക്യൂട്ടാണ്. ഇത് അത്യാവശ്യം സെറ്റ് ആയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം. വമ്പൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് എടുത്തു നോക്കാം. ഇതെന്താണ് ഇത്? സെപ്പറേറ്റ് എന്തൊക്കെ റീസണ് കാണിക്കണേ. കിട്ടി. ബൈ റെക്കമെൻഡഡ് കാർ ഏതാണ്? ഈ കാറുകളാണ് ഗൈസ് റെക്കമെൻഡഡ്. ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെയുള്ളത് ഇതാണ്. ഇത് അത്യാവശ്യമായിട്ട് ഓഫ് റോഡ് പോകും. പക്ഷെ ഹാൻഡ്ലിംഗ് ഭയങ്കര കുറവാണ്. ഡോഡ്ജ് വൈപ്പർ GTS എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഓഫ് റോഡ് പോണ എല്ലാത്തിനും ഉണ്ടല്ലോ ഗൈസ്. ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ മോശമാട്ടാ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് എടുക്കാം ഓഫ് റോഡിന്. ഇത് അത്യാവശ്യം സെറ്റ് സാധനമാണ്. ഓഫ് റോഡിന്റെ റേറ്റിംഗ് 9.9 ഉണ്ട്. 700 ആണ് ഗൈസ് സംഭവത്തിന്റെ റേറ്റിംഗ്. നമുക്ക് ഇത് മതിയുടെ ഓഫ് റോഡിന്. ഹാൻഡ്ലിംഗ് ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കാട്ടാ. പക്ഷെ കുഴപ്പമുണ്ടാവില്ലടാ. നോക്കാം നമുക്ക്. നമ്മുടെ സെയിം ഡോഡ്ജ് കാറുള്ള വേറെ ആൾക്കാരുണ്ട് കേട്ടാ. പയ്യെ. ഹാൻഡ്ലിംഗ് വളരെ മോശമാണ്. ചവിട്ടിവിട്. പയ്യെ പോ. ഇനി ചവിട്ടി വിട്ടോ. ഈ സ്റ്റേഡിയത്തിലേക്ക് കിടന്ന് വട്ടം കറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ റേസ് ആയിട്ട്? എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഇപ്പോ. ഞാൻ പറഞ്ഞില്ലടാ ഇതിന്റെ കൺട്രോള് പൂശിയിരിക്കുന്നത്. അതൊക്കെ ഈ സ്റ്റേഡിയത്തിലേക്ക് കിടന്ന് കറങ്ങല് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ റേസാണ് ഇത്. മറ ഗ്യാപ്പ് കേട്ടറാ. സ്റ്റേഡിയത്തിലേക്ക് കിടന്ന് കറങ്ങല് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അത് കൊള്ളായിരുന്നു. അവിടെ അടിച്ചിട്ടാണെങ്കിലും ചെരിഞ്ഞു പോയി നമ്മള് കറക്റ്റായി വന്ന് കേറിയല്ലോ. അത് മതി ഗൈസ്. അത് മതി. സ്റ്റേഡിയത്തിന്റെ അകത്തേക്കിട്ടാ റേസ്. നമ്മളെത്രാമത്? 7ാമതാണ്. പക്ഷെ അധികം പുറകിയല്ലേ ഗൈസ്. ചേടാ ഒന്ന് നേരി ആവടാ. പക്ഷെ അധികം പുറകിയല്ലേ ഗൈസ്. ഇതിനെ വീലിക്കേക്കടെ കയറ്റി ചാടിക്കാന്ന് തോന്നുന്നുട്ടാ. ചെരിഞ്ഞു പോയി ഗൈസ്. വണ്ടി ചെരിഞ്ഞു പോയി. ഒമ്പതാമതായി കഴിച്ച് 7ാമതീന്ന് നേരെ താഴത്തേക്കേക്കടെ പോയാൽ മതിയായിരുന്നു. പക്ഷെ അധികം നമ്മൾ പുറകിയല്ല കേട്ടാ. എല്ലാവരും നമ്മൾ തൊട്ട് ഫ്രണ്ട് കേക്കടെ തന്നെ പോണം. 3 ലാപ്പുണ്ട് ഗൈസ്. 3 ലാപ്പുണ്ട്. പിടിക്കാൻ പറ്റും. ഒരു സ്ട്രേറ്റ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ പിടിക്കാൻ പറ്റും. റേസ് തുടങ്ങിയ സ്ഥലമല്ലേ. നമ്മൾ 7ാമതെത്തി. വീണ്ടും കമോണ്ടറ. യെസ് ഗൈസ്. യെസ്. 6ാമതെത്തി. കമോൺ. അത് തന്നെ കളി. ഇതെന്ത് തേങ്ങടാ. 10ാമതെത്തി. 6ാമതിന്ന് 11ാമതെത്തി. കുഴപ്പമില്ല ഗൈസ്. എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എത്തി പിടിക്കാൻ പറ്റും നോക്കാം. എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. എല്ലാവരും പോടാ അവനെന്നെ ഇടിച്ചിട്ടടാ. എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ എന്റെ ആടിയ ഇവര് മര്യാദയ്ക്ക് ഒന്നും പോകാൻ പാടില്ല ഗൈസ്. ഈ കാറിന് എന്ത് മൂള വണ്ടിയാണിത്. എടീ ഒന്ന് നേര് പോടി. ഒന്നെങ്കിലും വളയ്ക്കുമ്പോ മര്യാദയ്ക്ക് വളയ്ക്കാം. അവന്റെ ഓഫ് റോഡ് തേങ്ങ. ഇത്തവണ ഞാൻ എന്തായാലും താഴത്തെ കേൾക്കേണ്ട പോണേ. കാമോൺ ഗൈസ്. 3ാമതെത്തിടാ. അത്രേ ഉള്ളൂ ഗൈസ്. റിഡംഷൻ. അമ്മേ 4ാമതായിട്ട് പോയാ കുഴപ്പമില്ല ഗൈസ്. പക്ഷെ ഫ്രണ്ടിലുള്ള 3 നമ്മുടെ കണ്ണത്താ ദൂരത്ത് തന്നെ ഉണ്ട്. വീണ്ടും ഞാൻ തേടെത്തിയില്ലേ. അത്രേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ 2 നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടാ. ഫസ്റ്റ് ഇടിച്ചാടാ അവൻ. ആടിയാ ഇങ്ങോട്ടായിരുന്നാ? നേരെയല്ലായിരുന്നാ? അയ്യോ ഗൈസ് 6ാമത്. എന്റെ അമ്മോ വീണ്ടും 6ാമതായി. ഇതെന്ത് തേങ്ങ. 8ാമതാ. പൂശി ഗൈസ്. നമ്മുടെ പണി വീണ്ടും പാടിയല്ലോടാ. അത്രേ ഉള്ളൂ. അങ്ങനെങ്കിലും ഇടിച്ചു കുത്തി ഞാൻ കേറിയല്ല. അത്രേ ഉള്ളൂ നമ്മുടെ കളി. ഇവന്മാരുടെയൊക്കെ
ഓ ഗൈസ് ഫ്രണ്ടിൽ ഒരുത്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടില് ഒരുത്ത മാത്രമേ ഉള്ളൂ. അവസാനത്തെ ലാപ്പല്ലേ ഇത്? ഓ മൈ ഗോഡ് ഗൈസ്, ഇവരെ അടിക്കണം. അയ്യാ, അവനെ എന്നെ ഇങ്ങോട്ട് തള്ളി കയറ്റിയിടാ. നേര് പോയി ലാൻഡ് ചെയ്യണം. 4 ടയറിൽ ലാൻഡ് ചെയ്യണേ. ഫസ്റ്റ് ഞാനാടാ 4 ടയറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആലിയാ ബ്രേക്ക് കുടിക്കണം. ഇത് ഞാൻ വിട്ട് കളിയില്ലേ ഗൈസ്. ഫസ്റ്റാ ഇത് ഫസ്റ്റാണ് ഗൈസ്. ഇത് ഫസ്റ്റാ. ഇതിപ്പോ നമ്മൾ ഫിനിഷ് ആക്കുമല്ലേ. അത് ഇനി ഒരു ലാപ്പ് കിടി ഉണ്ടാവുമോ? ഒരു ലാപ്പ് കിടി ഉണ്ട് ഗൈസ്. ഒരു ലാപ്പ് കിടി ഇല്ലേ? ഇല്ല. ഫസ്റ്റ് അവിടെ അപ്പൊ റീവൈൻഡ് നന്നായിട്ടാ. അല്ലെങ്കിൽ അവിടെ ലാസ്റ്റ് വരെ നേരെ പോയാർന്നെങ്കിൽ. അയ്യോ കണ്ട ഗൈസ്. എഗെയിൻ ഗെയിമർ ബോയ് തേർഡ്. ഗെയിമർ ബോയിനെ വെട്ടിച്ച് ചെറിയണ്ണ നോക്കി 9ാമതാ വന്നേക്കണേ. അത്ര ഉള്ളടാ. ഓ നമുക്ക് ഈ കാറാലെ കിട്ടിയേക്കണേ. അടിപൊളി. ഞാനുണ്ടല്ലോ ഗൈസ് ഒരു ഓഫ് റോഡ് കാർ എടുക്കട്ടെ ഏട്ടാ. ചേഞ്ച് കാറ്. ഓ ഇതുണ്ടല്ലേ നമ്മുടെ കയ്യില്. നമുക്ക് ഇത് എടുക്കാം ഗൈസ്. TRX റാം എന്ന് പറഞ്ഞ ഈ കാറില്ലേ, അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാട്ടാ. എന്നിട്ടുണ്ടല്ലോ ഗിയർ ഷിഫ്റ്ററിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു കളി കാണിച്ചു തരാം. കഴിഞ്ഞ തവണ ഞാൻ ഗിയർ ഷിഫ്റ്ററിൽ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് റിവേഴ്സ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. നമുക്ക് ഇവിടുന്ന് 6ലേക്ക് ഇടാൻ പറ്റും. ശരിക്കും റിവേഴ്സിലേക്ക് ഇടണമെങ്കിൽ എന്നറിയോ? എനിക്ക് നിങ്ങള് കുറച്ച് നേരം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചാർന്ന് എങ്ങനെയാത്ത 6 അല്ല റിവേഴ്സ് ഗിയർ എങ്ങനെയാന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. 6ന്റെ അല്ലേ അങ്ങോട്ട് നമ്മൾ നീക്കിയിട്ട് ഞെക്കി പിടിച്ചിട്ട് ഇടുക. കണ്ടോ? അപ്പൊ റിവേഴ്സ് ഗിയർ ഇവിടെ വീഴും. അത്രേ ഉണ്ടായിരുന്നോളൂ ഗൈസ് റിവേഴ്സ് ഗിയർ ഇടാൻ. എന്തായാലും ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ പൈ നൈസായിട്ട് ചില്ലായിട്ട് ഓടിച്ചിട്ട് നമുക്ക് ഇനി എന്ത് റേസ് എടുക്കാണ്ട് ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഇടല്ലോ ഗൈസ് ഇവിടെ ഒരു ബാൻഡ് ഫൈൻഡ് ചെയ്യാനായിട്ടും തോന്നുന്നത്. ഈ കണ്ട നമുക്ക് അത് ഫൈൻഡ് ചെയ്യാനായിട്ട് പോകട്ടാ. ഒരു ബാൻഡ് ഫൈൻഡ് ചെയ്യാനുണ്ട് ഗൈസ്. അതിനകത്ത് നമുക്ക് എന്താ കിട്ടണെന്ന് നോക്കാം. എന്തായാലും റാം എന്ന് പറഞ്ഞ TRX റാം ഈ വണ്ടിയിലാണ് പോണത്. റാൻഡം ആക്സസ് മെമ്മറി. ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ നൈസായിട്ട് ഓടിക്കാൻ ഭയങ്കര സെറ്റപ്പ് ആട്ടാ. അതൊരു ഫീല് തന്നെയാണ് ഗൈസ്. അതൊന്നും പറയാനില്ല. കണ്ട ഗൈസ് നല്ല നൈസ് മൂഡിലൊക്കെ ഇങ്ങനെ ഗിയറൊക്കെ മാറ്റി നൈസായിട്ടൊക്കെ പോവാട്ടാ. കണ്ട എങ്ങനെയുണ്ട് ഗൈസ്? അണ്ണന്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടെന്ന് പറ. അത്രേ ഉള്ളൂ. നമ്മള് പക്ക ഡ്രൈവറാന്ന് അറിയാലോ നിങ്ങൾക്ക്. ഞാൻ റേസിങ്ങിന് പോയാലെന്ന് ആലോചിക്കാണ് ഗൈസ്. എന്റെ കരിയർ റേസിംഗ് ആണെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ റേസർ ആവാൻ വേണ്ടി ജനിച്ചതെന്ന് എനിക്കിപ്പോ ചെറുതായിട്ട് തോന്നി തുടങ്ങണ്ട് ഗൈസ്. അല്ലേ നിങ്ങൾക്ക് തോന്നണല്ലേ നിങ്ങളുടെ അണ്ണ ശരിക്കും റേസർ ആവേണ്ടിയായിരുന്നെന്ന്? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിപ്പോ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് ഇരുന്ന് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ശരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടേ അല്ല. F1 ഞാൻ ഏതെങ്കിലും F1 കാറൊക്കെ ഓടിക്കേണ്ട ആളാണ് ഞാൻ. അല്ലേ ഞാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഈ കാർ ഓടിക്കുകയാണ്. ശരിക്കും ഞാൻ റേസർ ആവേണ്ടി ആർന്നാ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഓ ഹൈവേ 6th ഇട്ടിട്ട് പൊളിക്കാൻ തോന്നുന്നു. ഈ ഒരു സൂപ്പർ കാർ നല്ല ഫാസ്റ്റ് ആയിട്ട് പോണ ഏതെങ്കിലും കാർ എടുക്കാറുന്നല്ലേ. അങ്ങനെ നമുക്ക് തകർത്തണ്ടി പോവാറടാ. 9 കിലോമീറ്റർ നമുക്ക് ഇനി പോകാനുണ്ടട്ടാ. പക്ഷെ കുഴപ്പമില്ല. ഹൈവേ നോക്കി ഗൈസ്. അമ്മേ ഒരു ഇത് കേക്കട സ്ലോ സ്പീഡ് ലൈനാണ്. ഓ ഇതിന് പുറത്തേട്ട് പോകട്ടാ. ഇവിടെ പുറത്തേട്ട് പോകും. പറ ഈ ഹോൺ ഉണ്ടായിരുന്നല്ലേ. ഹോൺ അടിക്കണാർക്ക് വിട്ട് വണ്ടിയൊക്കെ അടിച്ച് കയറി പോട്ടെ ഗൈസ്. ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടോ വന്നെ ഗൈസ്. മാപ്പൊക്കെ ഇപ്പൊ മൊത്തം തെളിഞ്ഞ് വന്നുള്ളൂ. ആ ഫെറാറി എടുത്തോണ്ട് വഴിക്കേക്കട് വരെ നമ്മൾ ഈസി ആയിട്ട് 300 അല്ല ഗൈസ് 400+ സ്പീഡ് പോയേനെ. അല്ലേ സത്യമായിട്ടും നാൻഗൻ റീജിയനിലായിട്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ തീർന്നു വേടി. പക്ഷെ കുഴപ്പമുണ്ടായില്ല. കൺട്രോൾ ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ടണലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഗീസ് നമ്മൾ ഈ ടണലിന്റെ ഉള്ളിലേക്ക് കയറിയേക്കണം. കണ്ടാ പുതിയ ഏരിയ ഒക്കെ നമ്മൾ ഡിസ്കവർ ചെയ്ത് പോവാട്ടാ. ന്യൂ ഏരിയ ഡിസ്കവേർഡ്. ടോക്കിയോയിലോട്ട് പോണ ഹൈവേ ആയിരുന്നു ഇത്. ടോക്കിയോ ഹൈവേ ആയിരുന്നു ഗൈസ് ഇത്. ടോക്കിയോ സിറ്റിയിലോട്ട് പോണേ അത് പറ അല്ലേ. ടോക്കിയോ സിറ്റിയിലോട്ട് പോണേ ഇതാർന്ന് ഹൈവേ ആയിരുന്നത്. ഇവിടെ മാസ്കോട്ടിനെ പൊടിക്കാനുണ്ടായില്ല. താഴെയാന്ന് തോന്നുന്നു കേട്ടോ. താഴെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഓ ഞാൻ വെച്ചാൽ അവിടെ താഴ്ത്തിട്ട് പോകുന്നതായിരുന്നു. ഭാഗ്യത്തിൽ താഴ്ത്തിട്ട് പോയില്ലടാ. ഏകദേശം 3.7 കിലോമീറ്ററുകൾ പോകണമെങ്കിൽ നമുക്ക് ആ ബാൻ ഫൈനറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂട്ടാ. നമുക്കൊരു ബാനും കൂടെ ഫൈൻഡ് ചെയ്യാടാ. അതിനകത്ത് എന്തൊക്കെയാ കിട്ടണേന്ന് കൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇട്ടാണ് ബാൻ ഉള്ളത്. കണ്ട അവിടെ ഇട്ടൊരു മാപ്പിന്റെ നീല കളർ കണ്ട ഗൈസ്. നമുക്ക് ബാൻ കണ്ടുപിടിക്കണം. ബാണിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാറ് കിട്ടാൻ ചാൻസ് ഉണ്ട് സീക്രട്ട് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ കാടിന്റെ ഉള്ളിൽ കയറ്റേണ്ടതായിട്ട് എനിക്ക് തോന്നുന്ന വണ്ടി മിക്കവാറും ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് തോന്നണേ ഇവിടെ ഒരു വഴിയില്ലേ ചിലപ്പോൾ മിക്കവാറും ഉണ്ടല്ലോ ഗൈസ്. നമ്മൾ
ഈ വഴി ഒരു വഴിയിലിട്ട് ചിലപ്പോ കയറി പോവാണി ശരിയല്ല അതിന്റെ ഉള്ളിലേക്ക് കയറി പോയി ഈ വഴിക്കേക്കൂടെ ഒരു പോവാണെങ്കിൽ ചിലപ്പോൾ ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിക്കേക്കൂടെ ഒരു ഇങ്ങനെ വഴി വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് കീറി പോകാൻ നോക്കിയടാ. വൈബ് നോക്ക് ഗൈസ്. എന്റെ ആര്യ മിക്കവാറും ഇവിടെയായിട്ട് ബാൻ ഉണ്ടാവും ഗൈസ്, ഉറപ്പാ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടാ. അപ്പുറം ഇപ്പുറം സൈഡൊക്കെ ഒന്ന് ഞാൻ നോക്കി ഓടിക്കട്ടെ. മിക്കവാറും ഈ മഴയുടെ ഇവിടെയായിട്ട് എനിക്ക് ബാൻ ഉണ്ടാവുക. മിക്കവാറും കയറി ചെല്ലണം നമ്മൾ അങ്ങോട്ടായിരിക്കും ഈ വഴി. യെസ് അതേന്ന് തോന്നുന്നു. അല്ല 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 ഇവിടെ എക്സ്പി പോയിന്റ് നമുക്ക് പൊട്ടിക്കാനുണ്ട് ഗൈസ്. ഈ ഏരി മൊത്തം തപ്പി പെറുക്കിയിട്ട് നമുക്ക് ആ ബാണിനൊരു സാധനം കിട്ടാനില്ലല്ലോ. ഇത് കേക്കടെ ഒരു വഴിയുണ്ട്. ഇത് കേക്കടെ കയറി പോവാട്ടാ. എല്ലായിടത്തും നമ്മൾ തപ്പി നോക്കിയിടാ. ആ സാധനം കിട്ടാനേ ഇല്ല. ബാണെന്നോ ചേരിയ ഇത് എവിടെ കൊണ്ടുപോയി എനിക്ക് ഒളിപ്പിച്ചു വെച്ചേക്കണേ. തമ്പുരാന്റെ കേസ് ഈ ചുമന്ന ഫോറസ്റ്റിന് നടുക്കേക്കടെ നമ്മൾ വന്നതല്ലടാ. അതേ കേസ് എന്ത് ലുക്കാലത് കാണാൻ. യോ ഗൈസ് ഇതാണ് ബാൺ. ബാണിലെത്തി. ഇതല്ലേ ഇതായിരിക്കുമല്ലോ. കണ്ടുപിടിച്ചടാ. കണ്ടുപിടിച്ച് ഗൈസ്. I really cannot wait for this one. Kanda. This find will be the stuff of a legend. Get a camera, get this on record. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കൂടാ? ക്യാമറ വെച്ച് റെക്കോർഡൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. The Honda NSX RGT. ഹോണ്ടയുടെ NSX RGT എന്ന് പറഞ്ഞ ഭയങ്കര റെയർ ആയിട്ടുള്ള കാറാന്നായിട്ട് പറഞ്ഞേക്കണേ. And this one looks like it found its way to an owner. ആകെ 25 എണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാറ്. Great condition. Looks like whoever managed to get it truly ആകെ 25 കാറുള്ളൂ ഗൈസ് ഇത്. To its name and incredibly looked after. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള അൾട്രാ റെയർ ആയിട്ടുള്ള കാറാട്ടോ ഇത്. ഓ മൈ ഗോഡ് ഗൈസ് ഭയങ്കര റെയർ ആയിട്ടുള്ള ആകെ 25 കാറുള്ളൂ എന്ന് പറഞ്ഞു ഇത്. അതെങ്ങനെയാണ് ആ കാറിന് കിട്ടണേ ഗൈസ്? വേണമെങ്കിലല്ലോ നമ്മുടെ ഏതെങ്കിലും ഒരു കാർ ഉണ്ടല്ലോ അവിടെ നമുക്ക് ബാണിൽ ഇടാന്നാട്ടോ പറഞ്ഞേക്കണേ. ഏത് കാറാണ് ഗൈസ്? നമുക്ക് ഏറ്റവും ആവശ്യമില്ലാത്ത ടൊയോട്ടയുടെ യാരിസ് ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട ഈ കോമൺ ആയിട്ടുള്ള ഈ കാർ ഇടാം. ഇത് നമുക്കപ്പോ ഈ ബാണിൽ വേറെ ആരെങ്കിലും വരുമ്പോഴല്ലോ ഗൈസ് അവർക്ക് ഇത് കിട്ടും. പ്ലെയർ നെയിം കൊടുക്കാൻ പറ്റും ഗൈസ്. ഞാനൊരു കാർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഹോണ്ടയുടെ വണ്ടി എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത. അതെങ്ങനെയെങ്കിലും വരുമായിരിക്കും. എങ്ങനെയെങ്കിലൊക്കെ വരുമായിരിക്കും ഗൈസ്. എത്തുമായിരിക്കും, അറിയാൻ പാടില്ല. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും നമ്മുടെ ഫോഴ്സ ഹൊറൈസൺ 6ന്റെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ ചെങ്ങ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഈ ഗെയിമിലുണ്ടല്ലോ ഗൈസ് ഒത്തിരി കാറുകള് പല സ്ഥലത്തായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫൗണ്ട് ചെയ്യാനുണ്ട് കേട്ടോ. സീക്രട്ട് കാറുകള് റയർ കാറുകളൊക്കെ അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അതും നമുക്കൊന്ന് സെറ്റ് ആക്കണം. അതപ്പോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റ് ആക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ്.